നോക്കി ബാക്കി നമുക്ക് സംസാരിക്കാം. നിങ്ങൾ പോയി കാണാൻ എനിക്ക് അർജന്റ് ലക്ഷ്മി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണോ? ഞാൻ പോയിട്ടില്ല. എന്തായാലും കൊള്ളാം, ഇവനെ സമ്മതിക്കണം. ഇവൻ്റെ സ്വന്തം വൈഫ് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പോൾ അവൻ ആ സമയത്ത് വന്ന് ഇവിടെ പേട്രിയറ്റ് സിനിമ കാണാൻ വന്ന അവൻ്റെ മനസ്സ് ഇവൻ മനഃപൂർവ്വം ട്രോളുകൾ വാങ്ങിച്ചു പിടിക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങി തിരിച്ച് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. രക്ഷയില്ല, ഇവനെ കൊണ്ട് ഒരു കോമഡി പീസായിട്ട് മാറിയിരിക്കുകയാണ്. ബി ജെ പിക്കാർക്ക് പറ്റുന്ന ഏറ്റവും ഒരു അബദ്ധമായിരുന്നു ഈ നാളെ പിടിച്ച് നിർത്തിയത്. നോക്കിക്കോളും, കാലം തെളിയിക്കും. ഇവൻ്റെ എല്ലാ തക്കിടതരുടെയും പുറത്ത് വരും. പ്രസവ കേസ് എന്തൊക്കെയാണ് പറയുന്നത്, ഇരുന്ന് എന്തെങ്കിലുമൊക്കെ മണ്ടറി. വേറൊരു കാര്യമുണ്ട്, ഇവൻ്റെ ഫേസ്ബുക്ക് നേരത്തെ അക്കൗണ്ട് ആൾക്കാരെല്ലാം കൂടെ റിപ്പോർട്ട് എടുത്ത് അടിച്ച് കളഞ്ഞു. അപ്പോൾ ഈ രണ്ടാമത്തെ അക്കൗണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ റീച്ച് ആക്കണം. അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ്. കുറേ മണ്ടന്മാർക്ക് ഇത് മനസ്സിലാവുന്നില്ല. എന്ന് വെച്ചാൽ അതിനകത്ത് നല്ല വരുമാനം ഉണ്ടായിരുന്നു. ഇതിൻ്റെ പഴയ അക്കൗണ്ടിൽ നിന്ന് ഇവന് ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്ന റവന്യൂ കിട്ടുന്ന ജനറേറ്റ് ചെയ്യുന്നതിന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായിരുന്നു പെട്ടെന്ന് റിപ്പോർട്ട് അടിച്ച് കളഞ്ഞു. പിന്നെ അവൻ രണ്ടാമത് അക്കൗണ്ട് വീണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. മാന്യമായിട്ട് വീഡിയോ ചെയ്തിട്ട് പോയാൽ കുഴപ്പമില്ല. ജനങ്ങൾക്ക് ട്രോളാൻ വിധത്തിലുള്ള കാര്യങ്ങളാണ് അവൻ ഇട്ട് കൊടുക്കുന്നത്, അല്ലേ? ഇപ്പോഴും ഈ സിനിമയ്ക്ക് വന്ന എന്തിനാണ്? ആൾക്കാർക്ക് ട്രോളാനുള്ള പരിപാടി ഇതിനകത്ത് തന്നെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പറഞ്ഞ രീതി കണ്ടില്ലേ? അപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്നാണ് പറഞ്ഞത്. ഞാൻ പോട്ടെ, സിനിമ കാണുന്നതിന് മുമ്പല്ലല്ലോ എന്തായാലും വൈഫിനെ സ്പേ ചെയ്യുന്നതിന്. ഇത് ഇനിയിപ്പോൾ മെഴുകാൻ കുറേ ആൾക്കാർ വരും. ഇത് അങ്ങനെയല്ല ഇങ്ങനെയല്ല തേങ്ങയല്ല മാങ്ങയല്ല ചക്കയില്ലെന്ന് പറയാൻ ഒന്നും പറയാനില്ല. ബാക്കി കുറച്ച് നല്ല മലയാളം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഷെയർ ദിസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജും കൂടെ ഫോളോ ചെയ്ത് കൊടുക്കും.